ഹലോ, കാറ്റത്തെ കിളിക്കൂടിൻ്റെ എന്നത് പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നികേഷ് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് നിധിയെ സ്കൂട്ടി പഠിപ്പിക്കുകയാണെന്ന് കാണിക്കുന്നത്, അതോടുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സുധീഷിനെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നതില്ല. അപ്പോൾ സുധീഷിനാകെ ടെൻഷനാവുന്നു. തനിക്കിനി തന്നെ ആ ഒരു സഹോദര തുല്യനായിട്ടാണോ കണക്കാക്കുക, തന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നതേ ഇല്ല, ഇനി എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു മനസ്സിലായ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഭാസ്കരൻ പറയുകയാണ്, എടാ, അവൾ നിൻ്റെ ഭാര്യയാണ്, പക്ഷേ 6 മാസമായി അവൾ വന്നിട്ടുണ്ടെങ്കിലും അവളുടെ മനോഭാവത്തിന് അന്ന് വന്നു തൊട്ട് ഇന്ന് വരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുധീഷിനൊന്നുകൂടെ ടെൻഷനാവുകയാണ്. അങ്ങനെ സുധീഷ് ഓടി വന്നിട്ട് നികേഷ് പഠിപ്പിക്കുന്നിടത്ത് വന്നിട്ട് പറയുന്നത്, ഇനി ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നീതി പറയുന്നത്, വേണ്ട, ഇയാൾ പഠിപ്പിക്കേണ്ട, നികേഷ് പഠിപ്പിച്ചോളും. അതല്ല, ഞാൻ പഠിപ്പിച്ചു തരാം, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി അതങ്ങ് ഏൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി ആക്സിലേറ്റർ കൊടുക്കുന്നത് എങ്ങനെ അതാന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ കാണിച്ച് നിധിയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് കാണിക്കുകയും, അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ഒരു സമയത്ത്. അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, നീ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ പുറകിൽ കയറിയിരിക്കും, നോക്കി മനസ്സിലാക്കാൻ പറയുന്നു. അപ്പോൾ നിധിയെ പുറകിലേക്ക് ഇരുത്തിക്കൊണ്ട് പോകണമെന്ന് സുധീഷിന് ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ പുറകിൽ ഇരുത്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം റെഡിയായിട്ട് പിന്നെ ആണെങ്കിൽ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിധി ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് സ്പീഡിൽ, ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കേണ്ടത് കുറഞ്ഞ സ്പീഡിൽ അങ്ങോട്ട് ഓടിക്കാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഓടിച്ചതും ആക്സിലേറ്ററും കൂടി പോയി നിധി എന്ന് ഒരു പോച്ചപ്പുറത്ത് അവിടെ ചെന്ന് വണ്ടി വേറെ നിധി വേറെ അങ്ങനെ മറിഞ്ഞ് വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നികേഷ് വന്ന് പറഞ്ഞു, ഞാൻ നല്ലതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു ഏട്ടത്തി. ആ സമയത്ത് വന്ന് സുധീഷ് എന്നെ ഇടപെട്ടത്, കൈ ഇത്തിരി മുറിയൊക്കെ ചെയ്ത് ചോര വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ പഠിത്തം മതിയാക്കി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും സുഭാഷും എല്ലാവരും അച്ഛനൊക്കെ വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്, അത് കൈയൊന്നും മുറിഞ്ഞു, ഞാൻ നല്ലതുപോലെ ഏട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സുഭാഷ് ഏട്ട. ആ സമയത്താണ് സുധീഷ് ഏട്ടൻ വന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. സുധീഷ് ഏട്ടനെ ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. സുഭാഷ് ആണെങ്കിൽ കണ്ടപ്പോഴത്തേക്കും ആകെ ടെൻഷനായി സുധീഷിനോട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഓയിൻമെൻറ്റൊക്കെ എടുത്ത് വന്ന് പുരട്ടിയൊക്കെ കൊടുക്കുന്നുള്ളൂ, മോളെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ആ ഒരു സുധീഷിൻ്റെ ഏട്ടൻ്റെ വാത്സല്യം ഒക്കെ കാണാം ആ സമയത്ത്. അപ്പോഴും പുറത്ത് വന്ന് സുധീഷ് ആകെ വിഷമമായിപ്പോൾ ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അച്ഛൻ അതേ പഴയ കളിയാക്കൽ തന്നെ, ചിരിയും പറച്ചിലും ഒക്കെ. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മിണ്ടാതെ അടങ്ങിയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛന് തമാശയാണ് തോന്നുന്നു. അച്ഛൻ പറയുന്നുണ്ട്, അവൾ നിൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയുകയാണ് പിന്നീട്. അത് കഴിഞ്ഞ ഇടയ്ക്ക് ചാന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിനാശ് അങ്ങോട്ടോ പോയപ്പോൾ അവിടെ വീട്ടിലിറക്കിയിട്ട് പോയിരിക്കുകയാണ്. മാർക്കറ്റിലിവിടെ പോയി തിരിച്ച് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നു. ആ സമയത്ത് കുറച്ചൊക്കെ ഹിന്ദിയും ഒക്കെയാണ് പറയുന്നത്, സംസാരിക്കുന്ന സമയത്ത് ചിലത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഭാസ്കരൻ അങ്ങോട്ടൊക്കെ ഇടപെട്ട് കേട്ടോ, നല്ല രീതിയിൽ ഹിന്ദി കൈകാര്യം ചെയ്യുകയും മറുപടി കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും അതിശയിക്കുകയാണ്, ഇത്രയും ഭാഷ അറിയാമോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നിധി ചോദിക്കുന്നു, അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയാം? എടി മോളെ, എനിക്ക് 4-5 ഭാഷയൊക്കെ അറിയാം, ഞാൻ പല സ്ഥലങ്ങളിലും വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ ഒരു കുറഞ്ഞത് 4-5 ഭാഷയെങ്കിലും എനിക്കറിയാം, ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ് ഒക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അച്ഛനെ അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ അവരെല്ലാം കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ചാന്ദിനി മടങ്ങുന്നത്. പിന്നെയും നിധി മുറ്റത്തൊക്കെ തന്നെ ഓടിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു വണ്ടിയും കൊണ്ട് ഇറങ്ങുവാണ്. അപ്പോൾ നികേഷിൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒരുവിധമൊക്കെ ബാലൻസ് ആയിട്ടുണ്ട്. അപ്പോഴും സുധീഷിൻ്റെ ടെൻഷൻ പറയുന്നില്ല കേട്ടോ. സുഭാഷ് ചേട്ടനെ മൂത്ത ജ്യേഷ്ഠനായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹരീഷിനെയും നികേഷിനെയും അവരുടെ ഇളയ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നെയും ഇനി സഹോദരനായിട്ടാണോ കാണുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ എന്നൊക്കെയുള്ള ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ രംഗങ്ങളാണ് ഇനിയിപ്പോൾ വരുന്ന എപ്പിസോഡിലും കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടിപൊളി കിടിലൻ എപ്പിസോഡ് രംഗങ്ങളൊക്കെയാണ് കിളിക്കൂടിൽ വരാനായിട്ടുള്ളത്. ആരും മിസ് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.